മരണത്തെ 2 തവണ മുഖാമുഖം കണ്ട് തോൽപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. ആദ്യം അദ്ദേഹം ഹിരോഷിമയെ അതിജീവിച്ചു. തുടർന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം നാഗസാക്കിയെയും അതിജീവിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 ആണവ ദുരന്തങ്ങളെയും നേരിട്ട് കണ്ടിട്ടും അതിനെ അതിജീവിച്ച സുതോമു യാമാഗുച്ചി എന്ന ജാപ്പനീസ് പൗരൻ്റെ അവിശ്വസനീയമായ ജീവിതകഥയാണ്. 1945 ഓഗസ്റ്റ് 6 തൻ്റെ ബിസിനസ് ആവശ്യത്തിനായി മിത്സുബിഷി കമ്പനിയുടെ പ്രതിനിധിയായി ഹിരോഷിമയിലെത്തിയതായിരുന്നു അദ്ദേഹം. ലോകത്തെ നടുക്കിയ ആദ്യത്തെ ആറ്റം ബോംബ് ലിറ്റിൽ ബോയ് അവിടെ പതിക്കുമ്പോൾ ആ സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു അദ്ദേഹം. തൽക്ഷണം കാഴ്ച നഷ്ടപ്പെടുത്തുന്ന പ്രകാശവും ഭയാനകമായ ശബ്ദവും അദ്ദേഹം അറിയുകയാണ്. ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് കനത്ത പൊള്ളലേറ്റെങ്കിലും അത്ഭുതകരമായി അദ്ദേഹം ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. 1945 ഓഗസ്റ്റ് 9 ഹിരോഷിമയിലെ ദുരന്തത്തിന് ശേഷം പ്രാഥമിക ചികിത്സ നേടി അദ്ദേഹം തൻ്റെ സ്വന്തം നാടായ നാഗസാക്കിയിലേക്ക് മടങ്ങുന്നു. എന്നാൽ വിധി വീണ്ടും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മേലധികാരിയോട് ഹിരോഷിമയിലെ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാഗസാക്കിയിലും 2ാമത്തെ ആറ്റം ബോംബ് ഫാറ്റ്മാൻ വർഷിക്കപ്പെട്ടത്. അവിശ്വസനീയമെന്ന് പറയട്ടെ, അവിടെയും സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു അദ്ദേഹം. അങ്ങനെ 2ാമത്തെ ദുരന്തത്തെയും അതിജീവിക്കുകയാണ്. 2 അണുബോംബ് സ്ഫോടനങ്ങളെയും അതിജീവിച്ചുവെന്ന് ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു മനുഷ്യൻ യാമാഗുച്ചിയാണ്. പിന്നീട് ആണവായുധങ്ങൾക്കെതിരെയും ലോക സമാധാനത്തിനു വേണ്ടിയും ശബ്ദമുയർത്തിയ അദ്ദേഹം 2010 തൻ്റെ 93ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യനും ഈ ചരിത്രവും. ഏണസ്റ്റ് ഹെമിംഗ്വേ ഒക്കെ പറയുന്നത് പോലെ, ഒരിക്കൽ മരണം തൊട്ടുപോയ മനുഷ്യൻ പിന്നെ ജീവിതത്തെ ഭയപ്പെടാറില്ല.